ഞങ്ങളപ്പോൾ ആറന്മുളയിലൊന്ന് പോകാൻ പോവുകയാണ്. ഇപ്പോഴാ സമയം കിട്ടിയത്. ജസ്റ്റ് നോക്കട്ടെ വെള്ളം എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ളത് നമുക്ക് ഷെയർ ചെയ്യാം. അതുമാത്രം കവർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നല്ലോ. ഇന്ന് നമുക്കതങ്ങ് കവർ ചെയ്തേക്കാം. ഇതിപ്പം നമ്മൾ നിൽക്കുന്നത് ചെട്ടിമുക്ക് ഭാഗമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു ചെട്ടിമുക്ക് പ്രദേശം എങ്ങനെ വെള്ളത്തിൽ താഴ്ന്നതാണെന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പം കാണാം ഇവിടെ അങ്ങ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇതാണ് അന്ന് നമ്മൾ കണ്ട ആ ഹോട്ടൽ. ഞാൻ ലൈവ് ഇട്ടായിരുന്നു. ആ ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിനി നേരെ ഇതിൽ പോകുന്നത് കോഴഞ്ചേരിയിലോട്ടാണ്. കോഴഞ്ചേരി ചെന്നിട്ട് തെക്കേമല, അവിടുന്ന് പിന്നെ ആറന്മുള. ഈ ഭാഗമൊക്കെ നല്ലതുപോലെ വെള്ളമായിരുന്നു. അന്ന് ബസ്സൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ബസ് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളും ഇപ്പം പഴയതുപോലെ തന്നെ പോകുന്നുണ്ട്. ഇത് വന്നിട്ട് ആറന്മുളയിലെ ഐക്കരമുക്ക് ജംഗ്ഷൻ. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഭാഗം. ഇറച്ചു കുത്തി ആൽത്തറയിൽ നിന്ന് വെള്ളം കയറിപ്പോകുന്ന ഒരു പോർഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ റോഡാണിത്. ഇപ്പം ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ ഒരു സൈഡിലെ വ്യൂ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഞങ്ങൾ ജസ്റ്റ് അവിടെ ചെന്നപ്പം നോക്കിയപ്പം വെള്ളം കുറേ ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ആ സൈഡിലൊക്കെ നല്ലതുപോലെ വെള്ളമാണ്. വെള്ളക്കെട്ടെന്ന് വെച്ചാൽ നമുക്ക് പതിയെ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാലും പോകാം. മുട്ടോളം അത്രയും വെള്ളമുണ്ട്. അപ്പച്ചി അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ജസ്റ്റ് പോയി. ഈ പോർഷൻ ഇവിടെ നിന്ന് ദണ്ടിതാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു പോകണം. ദണ്ട് ഈ കാണുന്ന ഈ പോർഷന് അങ്ങനെ പോയെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിലോട്ട് എത്താം. പക്ഷേ വണ്ടിയാണ്, സൂക്ഷിക്കുക. നമ്മളിപ്പം നിൽക്കുന്നത് സത്രക്കടവിൻ്റെ ഭാഗത്താണ്. ഇതേണ്ട വെള്ളമെല്ലാം വറ്റി ഇരിക്കുകയാണ്. പ്രശ്നമൊന്നുമില്ല. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവിടെ നല്ലതുപോലെ വെള്ളമുണ്ട്. ഇതിപ്പം നമ്മൾ ആറാട്ടുപുഴ റോഡ് നമ്മുടെ പാലമാണിത്. ഇത് പമ്പയാറാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കാറിൽ കയറിയതാണ്. അപ്പം നമ്മൾ പോയി സ്കൂട്ടറിനാണ് പോയത്. വീഡിയോ കാണുമ്പോഴേ അറിയാമല്ലോ. ക്യാമറാമാൻ ദേവാജു ആയിരുന്നു. അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിനുണ്ട്. പക്ഷെ അവനെക്കൊണ്ട് അവൻ്റെ പ്രായത്തിന് പറ്റുന്നതനുസരിച്ച് അവൻ നല്ല രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കയറി, വെള്ളം അതുപോലെ തന്നെ ഇറങ്ങി. ഇവിടെ കുമ്പനാട്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എൻ്റെ ഈ പ്രദേശത്ത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് തരാനും മറക്കരുത്.